സമയം എത്രയെന്ന് വല്ല നിശ്ചയണ്ട? എത്ര മണിയായി? ഇപ്പൊ എത്ര മണിയായി? 12:01 ഇപ്പൊ. പോയി കിടന്നുറങ്ങാൻ നോക്ക്. നമ്മൾ എത്ര മണിക്ക് കിടന്നുറങ്ങണം? ആയിക്കോട്ടെ, ഇപ്പൊ കിടന്നു പോട്ടെ. ആ സാരില്ലേ, കിടന്നു. പായ് കയറി കിടക്ക് ഇച്ചി കിടക്കാൻ പോണു. ചെല്ല് പായു. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അപ്പോൾ നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ആണ് വന്നിരിക്കുന്നത്. സാധാരണ ഡേ ഇൻ മൈ ലൈഫൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക ഒരു കാലത്ത് ഒരു 7 മണി 8 മണി ആ ഒരു നേരത്തൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റ് 12 മണി തൊട്ടിട്ടാണ് കേട്ടോ. കാരണം എൻ്റെ ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയാണ്. ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതൊന്നുമല്ല, എൻ്റെ ഇവിടുത്തെ സ്ഥിരം കലാപരിപാടിയാണ് കേട്ടോ. ഏട്ടൻ പുലർച്ചെ പോവുമല്ലോ, 5:30 ഏട്ടനോട് നിന്ന് ഇറങ്ങും. ചിലപ്പോൾ 5 മണിക്ക് ഇറങ്ങും. അപ്പോൾ ആ നേരത്തെ ആൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കറി നമ്മൾ ആ നേരത്തെ എണീറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ എന്നൊന്ന് ഉറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്കത് കറക്റ്റ് ഉറങ്ങി കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം മൊത്തം പോവും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ തലേ ദിവസം നേരത്തോടെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എനിക്ക് ആ കാലത്തെ ഒരു എന്താ പറയുക ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, അതങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങണേക്കാട്ട് മുന്നേ കറി ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി എന്ന് പറയുന്നത് ചക്കക്കുരു, മാങ്ങ, ചീര, പരിപ്പ് ഇതെല്ലാം കൂടിയിട്ടിട്ടുള്ള കറി വയ്ക്കുമല്ലോ നമ്മൾ, അതാണ് കേട്ടോ. അപ്പോൾ ഞാനതിന് ചക്കക്കുരുവൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരോട് 2 ആളോടും പോയിട്ട് സൈഡാവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറക്കം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നല്ല ചീത്തയൊക്കെ കേട്ടിട്ട് 2 ആളും പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ നോണായിട്ടുള്ള സംഭവങ്ങൾ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം നാടൻ കറികളാണ് കേട്ടോ നമ്മുടെ. അത് ആരെങ്കിലും ഉണ്ടാക്കി തരാനിട്ടെന്ന് വെച്ചാൽ അതിനെക്കാട്ടും സന്തോഷം. നമുക്ക് അങ്ങനത്തെ ഒരു യോഗവും കാര്യങ്ങളൊന്നും വളരെയധികം വർഷങ്ങളായിട്ട് ഇല്ലാത്തത് കൊണ്ട് പിന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുക. ഏട്ടനും ഇങ്ങനത്തെ കറികളാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. നാടനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഈ ചക്കക്കുരും മാങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആൾക്ക് വേറെ ഒന്നും വേണ്ട, ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാനതൊക്കെ വേഗം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇത് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ പിന്നെ വീഡിയോയുടെ ഇടയിൽ അരിയൽ കാണിക്കണം, പിടിക്കണം, അതൊക്കെ ഒരു ബോറടിയില്ല നിങ്ങൾക്ക്? ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം, അത് തീരെ കാണിക്കില്ല എന്നല്ല പറഞ്ഞത്, എപ്പോഴും കാണിക്കണ്ട അല്ലേ. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചക്കക്കുരു, മാങ്ങ, ചീര, പരിപ്പ് ഇതെല്ലാം കൂടിയിട്ട് തേങ്ങ അരിച്ച് വെക്കണ കറി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത് എനിക്ക് മാത്രമല്ല ഇഷ്ടം, ഏട്ടനും മാത്രമല്ല ഇഷ്ടം, നമ്മുടെ പിള്ളേർക്ക് 2 ആൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്താ പറയുക, ഈ ഒരു സംഭവത്തിലേക്ക് മൊത്തത്തിൽ നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുക, പാകത്തിന് ഇട്ടാൽ മതി, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. ഓരോരുത്തരും ഇഷ്ടമാണ് എത്ര എരിവ് വേണം, എത്ര ഉപ്പ് വേണം, പുളി വേണം എന്നുള്ളതൊക്കെ. നമ്മുടെ മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വേറെ എക്സ്ട്രാ പുളിയൊന്നും പിഴിഞ്ഞൊഴിക്കേണ്ടി വന്നിട്ടില്ല. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ പാകത്തിന് ഉപ്പ് ഇടുക. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയാണ്. നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നത് അതൊരു കല തന്നെയല്ലേ. അപ്പോൾ അതെല്ലാം അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വെക്കുക. അപ്പോൾ ഞാനതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ, ചിലർക്ക് ഇഷ്ടമാവില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നമുക്ക് ഉണ്ടാക്കണ ഭക്ഷണമാണെങ്കിലും ഇപ്പോൾ ആർക്ക് ഉണ്ടാക്കണ ഭക്ഷണമാണെങ്കിലും നമ്മൾ വൃത്തിയിൽ തന്നെയാണല്ലോ അത് ചെയ്യുക. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. ഞാൻ എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും ഇനിയിപ്പോൾ ആരാണെങ്കിലും ഞാൻ നല്ല രീതിയിൽ മാത്രമേ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ. ഇവിടെ വെള്ളം നമ്മളിങ്ങനെ കുപ്പിയിലാക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ പിന്നെ സുഖസുന്ദരമാണ്, നമുക്ക് എടുത്ത് ഒഴിക്കേ വേണ്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടാത്ത ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രാത്രി ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലേ. ഞാനിപ്പോൾ ഈ വേസ്റ്റ് കൊണ്ടുപോയി കളയാൻ പോകുന്ന സമയം എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? 1 മണിയാണ് കേട്ടോ. ആ സമയത്താണ് ഞാൻ ഈ വേസ്റ്റ് കൊണ്ടുപോയി കളയാൻ. എൻ്റെ മക്കൾ ഉറങ്ങി, ഏട്ടൻ ഉറങ്ങി, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് നല്ല ധൈര്യമുണ്ട് ഇവിടെ പാതിരാത്രിക്ക് വേണേലും പോയി ഇറങ്ങി നടക്കുക എന്നുള്ളത്. അത് വേറെ ഒന്നല്ല, നമുക്ക് അങ്ങനെ അടിയിലേക്ക് ഒന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. അത് ആ കാണുന്നതാണ് നമ്മൾ വേസ്റ്റ് കളയുന്ന റൂം എന്ന് പറയുന്നത്. അവിടെ അതിനുള്ള ആ ഒരു കുഴലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കൂടെ നേരെ ഇട്ടാൽ അത് ആ വേസ്റ്റിലേക്ക് അങ്ങോട്ട് പോകും കേട്ടോ. വേസ്റ്റ് ഇടുന്ന ഒരു ബോക്സൊക്കെ ഉണ്ടാവും അടിയിൽ, അതിലേക്ക് നേരെ പോവും. പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ഒന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലായിടത്തും CCTV ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ
അപ്പം നമ്മൾ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞു. പിന്നെ കുറച്ച് പാത്രങ്ങൾ അതും ഇതൊക്കെ ആയിട്ട് കഴുകാനുണ്ടായിരുന്നു. ഞാൻ ഒരു വട്ടം കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ മേശപ്പുറത്ത് പോയി നോക്കിയപ്പോൾ നമ്മുടെ സർബത്ത് ഉണ്ടാക്കി കുടിക്കലാണ് ഇപ്പോഴത്തെ മെയിൻ ഹോബി ആയതുകൊണ്ട് ആ കുടിച്ച ഗ്ലാസ്സൊക്കെ മേശപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് അടുത്ത ട്രിപ്പ് വീണ്ടും കച്ചറിയായി. അപ്പോൾ ഞാൻ അതിൻ്റെ നാരങ്ങയുടെ തൊലിയൊന്നും പിന്നെ കൊണ്ടുപോയി കളയാൻ പോയില്ല, മടിയായിട്ടാട്ടാ. അപ്പോൾ അതവിടെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ആ ഗ്ലാസും സാധനങ്ങളൊക്കെ കഴുകി വെച്ചു. കാരണം എനിക്കിപ്പോൾ സ്ഥിരമായിട്ടുള്ളൊരു കലാപരിപാടിയാണ് രാത്രി ഒരു കട്ടൻ അടിക്കുക എന്നുള്ളത്. മധുരം ഇടില്ല, വെറുതെ നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് അതിലൊരു ടീ ബാഗ് ഇട്ടിട്ട് അതങ്ങനെ കുടിക്കും. അതിപ്പോൾ ഒരു ശീലമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ രാത്രിപ്പണി അത് അങ്ങനെ ശീലമാക്കി തുടങ്ങിയിരിക്കണു. അതായത് ഈ ചായ കുടിക്കൽ നമ്മളെ കൊണ്ട് ശീലമാക്കിയിരി എന്തൊക്കെ ഞാൻ പറയണേ. എന്തായാലും സംഭവം മനസ്സിലായില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ചായ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചൂടാറണം. ആ നേരം കൊണ്ട് നമുക്ക് നാളികേരമൊക്കെ അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം മുഴുവനായിട്ടുള്ള ഈ നാളികേരത്തിൻ്റെ ആവശ്യമില്ല നമുക്ക്. വല്ലാണ്ട് അരപ്പായിട്ടുണ്ടെന്ന് വെച്ചാൽ ആ കറിക്ക് അധികം അങ്ങോട്ട് ടേസ്റ്റ് ഇല്ലാണ്ടായിപ്പോൾ. പാകത്തിന് നാളികേരം എടുക്കുക, പിന്നെ അതിലേക്ക് കുറച്ച് നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട്, നമ്മൾ പാലൊന്നല്ല കേട്ടോ എടുക്കുക, ഡയറക്റ്റ് നല്ല എന്താ പറയുക, എൻ്റെ അമ്മയൊക്കെ പറയും മഷി പോലെ അരച്ചെടുക്കണം എന്ന് പറയും. ആ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, മഷി പോലെ. അതായത് നമ്മൾ മീൻ കൂട്ടാനൊക്കെ വെക്കുമ്പോഴാണ് അമ്മ സാധാരണ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ, പണ്ട്. അപ്പോൾ അതേപോലെ ഞാനും പറയാണ്, മഷി പോലെ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. എനിക്ക് ഇവിടുത്തെ മിക്സി അത്ര വലിയ ഇഷ്ടമല്ല. അതായത് എന്തൊക്കെയോ ജാറുകളുണ്ട്, അത് എന്തിനാ ഉപയോഗിക്കണേന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ആകെ ഉപയോഗിക്കണത് ഈ ഒരു ജാറ് മാത്രമാണ്. ബാക്കിയൊക്കെ എന്തിനാ ഇരിക്കണേന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കിയൊക്കെ സൈഡ് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അറിയില്ല എന്തിനാന്നുള്ളതൊക്കെ. അപ്പം ആ മഷി പോലെ അരച്ച നാളികേരത്തിനെ അവിടെ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ചായ എടുത്ത് ഇതാ സോഫയിൽ വന്ന് ഇരിക്കുന്നുണ്ട്. അച്ഛനും മോളും കൂടെ അടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ചെറുത് പിന്നെ റൂമിലാണ്, ഞങ്ങൾ രണ്ടുപേരും റൂമിലാണ്. അച്ഛനും മൂത്താളും കൂടിയിട്ട് താഴെയാണ് കേട്ടോ. അതായത് നമ്മുടെ ഹാളിൽ ആ കാർപ്പറ്റിലാണ് രണ്ടാളുടെയും സഹവാസം. ഞാനിങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ചിലപ്പോൾ ഇപ്പം നമുക്ക് യൂട്യൂബ് ഭ്രാന്താണല്ലോ സത്യത്തിൽ. ഇൻസ്റ്റാഗ്രാമൊന്നും എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പം ഇല്ല. കാരണം ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വളരെ നാളായി. എനിക്കെന്തോ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ്. എനിക്ക് റീൽസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടേക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ. എനിക്ക് പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ രീതിയിൽ, എൻ്റെ കണ്ണിൽ എനിക്ക് പെർഫെക്റ്റ് ആവുമ്പോഴാണ് ഞാനത് നിർത്തുള്ളൂ. ഇവിടെ എനിക്ക് അതിനോടുള്ളൊരു സാഹചര്യം കിട്ടുന്നില്ല. എനിക്ക് ആ ഒരു ഫ്രെയിമും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇഷ്ടമാണില്ല. അപ്പോൾ അതുകൊണ്ട് റീൽസൊക്കെ ഞാൻ ഇത്തിരി ബാക്കിലോട്ടാക്കി വെച്ച് കൊടുക്കുകയാണ്. ചെയ്യണം, പൊടി തട്ടിയെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു 1.5 മാസം ഞാൻ അത് ഉപയോഗിക്കാണ്ടിരുന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഫോളോവേഴ്സൊക്കെ ചിലപ്പോൾ എന്നെ അൺസബ് ചെയ്ത് പോകും. എന്തിനാണ് ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത നിൽക്കണേ. അപ്പോഴേക്കും നമ്മുടെ കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. ഇതാ ആളെ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പും സാധനങ്ങളൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിലേക്ക് കുറച്ച് കടുക് താളിച്ച് ഇടാം, അത്രയേ ഉള്ളൂ കേട്ടോ. കടുക് താളിക്കിനെക്കാട്ടും മുന്നേ നമ്മൾ അരച്ച നാളികേരം അതിൽ ചേർക്കാൻ മറക്കണ്ട. അതും ചേർത്ത് നന്നായി ഇളക്കി അതൊന്ന് തിളച്ച് വരുമ്പോഴാണ് ഞാൻ കടുക് പൊട്ടിച്ച് ചേർത്തിട്ടുള്ളൂ. അത് ഞാൻ പെട്ടെന്ന് ഒരു ആവേശത്തിൽ കയറി പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ. ഞാൻ പൊട്ടത്തരം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറി ചെയ്യരുത്. ഈ നേരത്തെ നല്ലൊരു ഷൂ എന്നൊരു സൗണ്ട് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഈ ശബ്ദം കേട്ടെങ്കിൽ മാത്രമേ നമ്മുടെ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അത് സത്യമാണ് കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഒരു മനസ്സിൻ്റെ തോന്നലാണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു ശബ്ദമൊക്കെ കേട്ടെങ്കിലാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. പോരാത്തന്നെ നമ്മളിത് ആ വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ കൂട്ടാൻ വെക്കണം നേരത്തെ വേപ്പിലിടാൻ മറന്നു പോയതാണ് കേട്ടോ. പിന്നെ അത് മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ കാലത്തെ ഏട്ടൻ്റെ പാത്രത്തിലേക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കേ വേണ്ടുള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഏട്ടനും പിള്ളേർക്കുള്ള മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം കോഴിമുട്ടയാണ്, ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ പിള്ളേർക്ക് 4 കാടമുട്ടയും 4 കാടമുട്ടയും, അതായത് 8 കാടമുട്ട കേട്ടോ. രണ്ടാൾക്കും 4 വെച്ചിട്ട്. ഇനി നമുക്ക് അടുക്കളയിലത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പോയി സുഖസുന്ദരമായി കിടന്നുറങ്ങാം.
അപ്പോൾ പായുമ്പോൾ ദാ സൈഡായി കിടക്കുന്നുണ്ട്. നല്ല ഉറക്കാണ് കേട്ടോ മൂപ്പുകൾ. അപ്പോൾ എൻ്റെ അടുത്തൊക്കെ എടുക്കുള്ളൂ, എൻ്റെ അടുത്ത് കിടന്നില്ല എന്ന് വെച്ചാൽ കുട്ടിക്ക് ഉറക്കം വരില്ല എന്നാണ് സാധാരണ പറയുക. എത്ര സ്നേഹം ഉണ്ടെങ്കിലും അച്ഛൻ്റെ അടുത്ത് പോയി കിടക്കില്ല കേട്ടോ. കളിക്കാനൊക്കെ, അതായത് പകലൊക്കെ കുഴപ്പമില്ല, അത് പിച്ചേച്ചിയുടെ അടുത്താണെങ്കിലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ രാത്രി അമ്മ വേണം. ഇപ്പം സമയം 2 മണിയാണ് കേട്ടോ. എന്നെപ്പോലെ കുറച്ച് പ്രാന്തന്മാരെ അടിയിൽ നിന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണുണ്ടോ? അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ, പൊതുവെ ആൾക്കാരൊക്കെ ഒരു വിധം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു സമയമല്ല സത്യം പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആൾക്കാർ പകൽ കിടന്നുറങ്ങിയിട്ട് രാത്രി എണീറ്റിരിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു കൂടുതലും ആയിരിക്കും. അപ്പോൾ നമ്മളിതാക്കി എടുക്കാൻ പോവാണ്. കാരണം ഇനി എനിക്ക് 5 മണിയാകുമ്പോൾ ഏട്ടനെ പൊന്തിക്കലുണ്ട്. എനിക്ക് ചിരു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് എണീക്കണം, ഏട്ടനുള്ള കറിയൊക്കെ പാക്ക് ചെയ്തിട്ട് ഏട്ടനെ പറഞ്ഞു വിട്ടിട്ട് വീണ്ടും പോയി സുഖസുന്ദരമായി കിടന്നുറങ്ങണം. അപ്പോൾ ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതല്ല കേട്ടോ. ഞാൻ എന്നും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും, അതായത് രാത്രി കിടക്കുമ്പോഴാണെങ്കിലും കാലത്ത് എണീക്കുമ്പോഴാണെങ്കിലും പ്രാർത്ഥിച്ചിട്ട് മാത്രമേ കിടക്കൂ, പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഉറങ്ങുള്ളൂ. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ കിടക്കൂ, പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഉണരൂ. അതാണ് പറഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആലത്തൂർ ഹനുമാനെ വിളിച്ചിട്ടാണ് കിടക്കുള്ളൂ. അതായത് നിങ്ങൾ ദുസ്വപ്നങ്ങളൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ആലത്തൂർ ഹനുമാനെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ആലത്തൂർ ഹനുമാനെ എന്നെ കാത്ത് സംരക്ഷിക്കണേ, ദുസ്വപ്നങ്ങളൊന്നും കാണാതെ എന്നെ കിടന്നുറങ്ങാൻ അനുഗ്രഹിക്കണേ. ഇനി അഥവാ ഞാൻ ദുസ്വപ്നം കാണുകയാണെങ്കിൽ അങ്ങയുടെ വാലുകൊണ്ട് അതിനെ തട്ടി തെറിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ. ഇത് ഞാൻ സ്ഥിരം ചെയ്യണതാണ്. എൻ്റെ മക്കളുടെ അടുത്തും ഞാൻ പറയാറുണ്ട്, പക്ഷെ അവർ കേൾക്കാറൊന്നുമില്ല. ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ വന്നിരുന്നിട്ട് ഇടയിൽ വന്നിട്ട് ആൾ കൗണ്ടർ അടിക്കാതിരിക്കുന്നതാട്ടാ. ഞാൻ മാത്രം ഇവിടെ പ്രാർത്ഥിക്കുന്ന നല്ല കുട്ടികൾ. അമ്മൂട്ടി പ്രാർത്ഥിക്കും കേട്ടോ. പിന്നെ പായു തീരെ പ്രാർത്ഥിക്കില്ല, സത്യമാണ്. അപ്പോൾ അതാ നേരം വെളുത്തിട്ടുണ്ട്. ഏട്ടൻ പോയി കേട്ടോ. എനിക്ക് കണ്ണ് പൊന്തൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പോൾ ഏട്ടനെ പറഞ്ഞയച്ചിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ എണീക്കുന്ന സമയമാണ് ഈ 10:30 എന്ന് പറയുന്നത്. പായു എണീറ്റിട്ടില്ല. അമ്മൂട്ടി കാലത്തെ എണീറ്റ്, അതായത് ഏട്ടൻ പോണ നേരത്തെ എണീറ്റിട്ട് എൻ്റെ അടുത്ത് വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുപ്പാൾ എപ്പോഴും എനിക്ക് പോയി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ സോഫയമ്മ കിടക്കുന്നതാണ് ഈ കാണുന്നത്. ഏട്ടൻ ഇന്നലെ ജോലിക്ക് പോകുമ്പോൾ ഇട്ട ഷർട്ടാണ് കേട്ടോ. വലിച്ചെറിഞ്ഞിരിക്കുന്നത് എവിടെയാണെന്ന് കണ്ടില്ലേ? സോഫയമ്മലാണ്. അപ്പോൾ അമ്മൂട്ടി കിടന്ന് ഉറങ്ങണതാണ്, എനിക്കത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ, അതായത് എണീറ്റ് വന്ന തലേ ദിവസം ഞാൻ അലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ. അപ്പോൾ അത് അപ്പം തന്നെ വന്ന് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല സുഖമാണ്. അതായത് നമ്മൾ കാലത്ത് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും തുണികളൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് അപ്പം തന്നെ വേണമെങ്കിൽ എടുത്ത് വയ്ക്കണവരാണെങ്കിൽ ഞാൻ എടുത്ത് വയ്ക്കുന്നത് മൊത്തം സോഫയമ്മലാണ്. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ നമുക്ക് എട്ടീൻ്റെ പണിയായിട്ടാണ് കേട്ടോ. ഞാൻ സ്ഥിരം നീലുവമ്മിയാണ്, നമ്മുടെ ഉപ്പുമുളകിലത്തെ നീലുവമ്മിയാണ് ഞാൻ. എൻ്റെ പിള്ളേരെ ഇടയ്ക്കിടയ്ക്ക് നീലുവമ്മ എന്ന് വിളിക്കുക. കാരണം വീട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും എന്നും എനിക്ക് ദോശ എന്ന് പറയുന്നത് വീക്ക്നെസ് ആയിട്ടൊന്നുമല്ല, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാഴയില വാങ്ങിച്ചിട്ട് മാസം 1 ഹവറായിട്ടുണ്ട് ഫ്രിഡ്ജിലിരിക്കണമെന്ന് തോന്നുന്നു. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എന്തായാലും ഉണ്ടാക്കണം. നമ്മൾ പൊടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കണം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഞാൻ ദോശ ചൂടാൻ നോക്കിയിട്ട് ദോശ പാനുമെന്ന് വിട്ടു പോരുന്നില്ല. എനിക്കെന്ന് വെച്ചാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു, ഞാൻ എന്താ വെച്ചാൽ ദോശമാവ് പൊട്ടിച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്തു. കാരണം ഇഡ്ഡലി മാവായിരുന്നു, അത് കുറച്ച് ചേർത്തുള്ളൂ കേട്ടോ. പക്ഷെ നമ്മുടെ ദോശയുടെ പരുവത്തിന് തന്നെ ആക്കി എടുത്തത്. പക്ഷെ എന്താണെന്നറിയില്ല, സംഭവം പാനുമെന്ന് അങ്ങോട്ട് വിട്ടു പോരുന്നില്ല. ഏട്ടൻ നമ്മൾ വരുന്നേക്കാട്ടും മുന്നായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പുതിയ സംഭവമാണ്, പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് ഒഴിച്ചൊക്കെ നോക്കി. പക്ഷേ ആൾ ജന്മം പോയാൽ പോരിനുണ്ടാകുന്നില്ല കേട്ടോ. അവസാനം എനിക്ക് ഭ്രാന്തായിട്ട് നമ്മൾ കൂട്ടാൻ വെക്കണ മറ്റേ പാനുണ്ടല്ലോ, അതുമ്മ വെച്ചിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കി എടുത്തത്. കണ്ടില്ലേ ഇരിക്കണ ഇരിപ്പ്? ഇതിനൊക്കെ എടുത്ത് കുത്തണ്ടേ അല്ലേ സത്യത്തിൽ? അങ്ങനെ നമ്മൾ ദോശ വെള്ളയപ്പം ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് കറി വയ്ക്കുന്ന പാനിൽ അത് മൂടി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. കാരണം ബാക്ക് തിരിച്ചിടുമ്പോൾ അത് ഒട്ടിപ്പിടിക്കണ്ടായിരുന്നു. കാരണം ഇത്തിരി കനത്തിലാണ് ആക്കിയെടുത്തത്. പിന്നെ അല്ലെങ്കിൽ വീണ്ടും അലമ്പാവണ്ട വെച്ചിട്ട് ഞാൻ അങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും പിള്ളേരല്ല പായും വേണ്ടിയിട്ടുണ്ട്, അമ്മ വേണ്ടിയിട്ടുണ്ടാകും ഇത്തിരി നേരത്തെ മുന്നായിട്ട്. അപ്പോൾ പായും അമ്മൂട്ടിയും കൂടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ടോ. നമ്മൾ ഇന്നലെ വെച്ച പരിപ്പും ചീരിയും ചക്കക്കുരും. അപ്പോൾ പായിന് ചക്കക്കുരു ഭയങ്കര ഇഷ്ടമായിട്ട്, അമ്മൂട്ടിക്ക് ചക്കക്കുരു ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പറക്കിയിട്ട് പായിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനിത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയൊന്നുമില്ല, മൊബൈലൊക്കെ കണ്ടിരുന്ന്. പിന്നെ ആ നേരത്തെ നമുക്ക് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനും പിടിക്കാനും ഒന്നുമില്ല കേട്ടോ.
ഏട്ടൻ വന്നു രാത്രിയായപ്പോൾ ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് പിസ്സ ഡേ ആണ്. അപ്പോൾ അത് വാങ്ങിക്കണം. പിന്നെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം. അപ്പോൾ ഏട്ടന് മരുന്നും വാങ്ങിക്കാൻ പോകാനുണ്ടായിരുന്നു. ഏട്ടൻ ഇന്നലെ ഡോക്ടറെ അടുത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വ്ളോഗൊക്കെ വേറെ വരുന്നതായിരിക്കും കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് വ്ളോഗൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏട്ടനും പായും കൂടിയിട്ട് മരുന്ന് വാങ്ങിക്കാൻ പോയ നേരത്ത് ഞാനും അമ്മൂട്ടിയും കൂടെ കാറിലിരുന്ന് കളിച്ചതാട്ടെ കാണുന്നത്. ഇതിനിടയിൽ ഞങ്ങളൊരു യൂണിസാറ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ ബീഫ് വാങ്ങിക്കാൻ പോയതാട്ടാ. ഏട്ടനല്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണമെന്ന്. അപ്പോൾ ആളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ബീർ വേണമെന്ന് പറഞ്ഞിട്ട് അതും കൂടെ നമുക്ക് സപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു. സപ്ലൈ ചെയ്യലൊന്നല്ല കേട്ടോ, അവർക്ക് കൊണ്ടുപോയി കൊടുത്താണ്. അവർ വേറെ കാര്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പിസ്സ ഡേ ആണെന്ന്. അപ്പോൾ അച്ഛൻ പോയി ഇതാ കൊക്കോളയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ പിസ്സയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. 4 വലിയ പിസ്സ, ലാർജ് പിസ്സ 2 എണ്ണം, പിന്നെ എന്താണ് പായു 2 എണ്ണം സ്മോളോ മീഡിയം. അപ്പോൾ അതും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ കാലത്ത് 2 ദോശ കഴിച്ചിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇവരതിനിടയ്ക്ക് അതും ഇതൊക്കെ കഴിക്കും, ചോറുണ്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഒന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് എന്നിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. കാരണം ഏട്ടനും കഴിച്ചു. ഇന്നലെ ഏട്ടൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് ഏട്ടന് കംപ്ലീറ്റ്, അതായത് ആൾക്ക് ഇല്ലാത്തതൊന്നുമില്ല കേട്ടോ, എല്ലാം ഉണ്ട്. ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്, ആൽബമീൻ അത് പോവില്ലേ, ആ ഒരു സംഭവമുണ്ട്. ആൽബമീൻ്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ എല്ലാ ആൾക്കും നോർമലായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തടി കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചിലവും കൂടിയായിട്ടാണ് ആൾ 3 പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഇന്നലെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് വിട്ടത്. കാരണം നന്നായിട്ട് ഡയറ്റ് ചെയ്തിട്ട് തന്നെയാണ് തടി കുറച്ചിട്ടുള്ളത്. അത് നമ്മളില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം നമ്മുടെ തുണി മടക്കൽ ചടങ്ങാണ് അടുത്തത് നിങ്ങളിനി കാണാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും വൃത്തിയായിട്ടൊരു സ്വഭാവമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത്. തുണി മടക്കി വയ്ക്കില്ല. അത് അന്നന്നേക്ക് മടക്കി വെച്ചാൽ മതിയെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കും. പക്ഷെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. എനിക്കത് ഈ ഒരു കൊല്ലത്തോട് കൂടിയെങ്കിലും ആ ഒരു സ്വഭാവം മാറ്റിയെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം ഞാനത് ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് പറഞ്ഞ് വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. എല്ലാ പ്രാവശ്യം ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ഓരോന്ന് ഒന്നും നടക്കാറില്ല. പക്ഷേ ഇതെനിക്ക് പ്രാവർത്തികമാക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ വീട് വൃത്തിയേടായി കിടക്കല്ലേ. ഇതിപ്പോൾ ഇവിടെ കുഴപ്പമില്ല, കാരണം ഈ ഒരു സോഫ എന്ന് പറയുമ്പോഴേക്ക് ഞാനത് മടക്കി വയ്ക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു റൂമിൽ ആ കട്ടിൽ മൊത്തം നിറയണ വരെ നോക്കിയിരിക്കും. കാരണം എന്നാലേ മടക്കുള്ളൂ. ആ കട്ടിൽ മൊത്തം നിറഞ്ഞാൽ ഞാൻ മടക്കി വയ്ക്കും. അപ്പോൾ അതൊന്ന് നിർത്തി വയ്ക്കണം, ആ ഒരു ചിന്ത എനിക്കുണ്ട്. പക്ഷെ അത് നടത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ട്രൈ ചെയ്യും കേട്ടോ അത് മാറ്റിയെടുക്കാൻ. ഈ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ അത് നന്നായിട്ട് ആ ഒരു സ്വഭാവം മാറ്റി ഞാൻ നല്ല അടക്കും ചിട്ടിയും വൃത്തിയുള്ളൊരു കുട്ടിയായിട്ട് മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഒരുമയുണ്ടെങ്കിൽ ഒലയ്ക്കമേലും കിടക്കാമെന്നല്ലേ ഞാൻ മാത്രം വിചാരിച്ച പോരാ, എൻ്റെ 2 മക്കളും കൂടെ വിചാരിക്കണം. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ എത്ര വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും മക്കളും നേരത്തെ കണ്ടില്ലേ ആ സോഫമ്മ ബനിയം കിടക്കണേ, ഇത് ഇവിടുത്തെ സ്ഥിരം കാല പരിപാടി കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമാണ് ഒരു കാര്യത്തിൽ. അത് അച്ഛനും മക്കളൊക്കെ ആ കാര്യത്തിൽ ഭയങ്കര മത്സരമാണ്. ഡ്രസ്സ് ഊരി എറിയും. അതിപ്പോൾ എവിടെയാണ് കിടക്കണേന്നൊന്നും നമുക്കറിയില്ല. ഞാൻ പോയി പറക്കിയെടുത്ത് കൊണ്ട് വന്നിട്ട് വേണം ഇത് അലക്കാനിടണമെങ്കിൽ. എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഒരു കാര്യം. ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലേറ്റ് അവിടെ വെച്ചിട്ടുണ്ടാവും, കഴുകി വയ്ക്കില്ല. നമ്മൾ പോയിട്ട് വേണം കഴുകി വയ്ക്കണമെങ്കിൽ. ഭർത്താവിനും മക്കളെയും കുറ്റം പറയാണോ എന്ന് ചോദിച്ചാൽ അതെ, കുറ്റം പറയുന്നതാണ് കേട്ടോ. പായു ഭയങ്കര മടിച്ചീന് കേട്ടോ. പിന്നെ സഹായിച്ചു തരുന്നത് എൻ്റെ അമ്മൂട്ടീന് കേട്ടോ. അമ്മൂട്ടി എനിക്ക് ഇന്നത്തെ ദിവസം ഞാൻ ഈ തുണിയൊക്കെ മടക്കണ നേരത്ത് കംപ്ലീറ്റ് അടുക്കള ടിപ്പ് ടോപ്പായിട്ട് വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നല്ല രീതിയിൽ വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛൻ കിടന്നുറങ്ങണേക്കാട്ടും മുന്നേ അച്ഛനോട് അന്ന് 2 ചീത്ത പറഞ്ഞിട്ടാണ് അച്ഛനെ കിടത്തി ഉറക്കിയിട്ടുള്ളത്. ആരാട്ട് പാടുന്ന പോലെ നമ്മൾ ചീത്ത വിളിക്കണമല്ലോ. ആ ബനിയം വലിച്ചെറിഞ്ഞ് എൻ്റെ ചീത്ത വിളിയാണ് കേട്ടോ. കാരണം ഇന്നലെ ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും സെയിം സംഭവം സോഫമ്മ ആൾ ഇന്നിട്ട ഡ്രസ്സും കൊണ്ടുപോയി വെതറിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ താരാട്ട് കേട്ടിട്ടാണ് ഏട്ടൻ കിടന്നുറങ്ങിയത്, ചീത്ത വിളി താരാട്ടേ.
അപ്പം ഞാൻ ആ ചീത്ത വിളിച്ചതിൻ്റെ ബഹളത്തിലാണെന്നുകൊണ്ട് എൻ്റെ 2 മക്കളും ഇന്ന് നല്ല കുട്ടികളായി. പായു അവളുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് മുടിമക്കായൊക്കെ ഒരു കവറിലാക്കിയിട്ട് നല്ല ഭംഗിയിലാക്കിയിട്ട് അലമാരിലെടുത്തേക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉറങ്ങാണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് നോക്കിയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും നന്നായിട്ട് പൊക്കി പറയുന്നത്. ഓക്കെ, ഹാപ്പി ഹാപ്പി. ഇപ്പം വീണ്ടും സമയം പുലർച്ചെ 2 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 മണി ടു 2 മണിയാണ് നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഏത് പൊളിച്ചില്ലേ. അപ്പോൾ പറയുമ്പോൾ ഞാൻ മടക്കി വെച്ച സംഭവങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് കണ്ടില്ലേ, എൻ്റെ മോള് വൃത്തിയാക്കുന്നത് നിങ്ങൾ കണ്ടില്ല. തെളിവ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല, സോറി, ഞാൻ ചീത്ത പറഞ്ഞതിൻ്റെ ബേസിൽ മാത്രമല്ല, ചീത്ത പറഞ്ഞതിൻ്റെ ബേസിലല്ല മടക്കി വെച്ചത് വൃത്തിയാക്കാൻ. പിന്നെ അപ്പോൾ നമ്മളിതാ നാളേക്കുള്ള കറിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഏട്ടൻ എന്താ കിടന്നുറങ്ങുന്നു. ഇനി നമുക്ക് ബൈ ബൈ പറയാം അല്ലേ. ടാറ്റ പറയും. അടുത്ത വീഡിയോയില്